പലരും ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ വന്നിട്ടുള്ള വളരെ വലിയ വിവാദമായിട്ടുള്ള വോട്ടർ പട്ടിക വിവാദത്തെക്കുറിച്ച് എന്താണെന്നും പറയാത്തതെന്ന്. വോട്ടർ പട്ടിക വിവാദത്തെക്കുറിച്ച് പറയാനായിട്ട്, അത് ആധികാരികമായിട്ട് പറയാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ കഴിയുള്ളൂ. സാധാരണ ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങളൊന്നും ഉണ്ടാകില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കറക്റ്റായിട്ട് അതറിയാൻ സാധിക്കും. വോട്ടർ പട്ടികയിൽ ഏത് ആളുകളുടെ പേരാണ് ചേർത്തിരിക്കുന്നത്, മരിച്ചവരെ ഏത്, അതുപോലെ പുതിയത് ആൾക്കാർ ആര്, ഇവിടെ താമസിക്കാത്ത ആൾക്കാർ ഏത്, ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയുള്ളൂ, അവർക്ക് ഉന്നയിക്കാൻ പറ്റൂ. അപ്പോൾ അവർ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണല്ലോ. അവർ തെളിവും കൊണ്ട് കോടതിയിൽ പോട്ടെ, കോടതി അതിന് പരിഹാരം കാണുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പൗരൻ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ബൂത്തിൽ, അവിടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അവരുടെയൊക്കെ എല്ലാ പ്രതിനിധികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ വോട്ട് ചെയ്യാൻ വന്ന ആൾ ആ വാർഡിലുള്ളത് തന്നെയാണോ, അതോ അജ്ഞാതനാണോ, അതോ ആ പേരിൽ വേറെ ആളുകളാണോ, വ്യാജനാണോ, അതൊക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. അവർ ആ സമയത്ത് വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഉന്നയിച്ച് ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ പ്രശ്നം വളരെയധികം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഇത്രയധികം തെരഞ്ഞെടുപ്പ് നടന്ന് അവസാന ഘട്ടത്തിലും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ സമയത്തൊന്നും ആരോപിക്കാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നതിനേക്കാൾ നല്ലത് വോട്ടിംഗ് നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവർ വ്യാജനം കണ്ടെത്തി അതിനെ നടപടിയിലേക്ക് എടുക്കാനായി ഭരണാധികാരിമാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ അതിനൊരു തീരുമാനമാക്കും.